നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ ഗൈസ്? നമ്മളതിലാണെങ്കിൽ 5 രൂപ എടുക്കില്ല. നമ്മളെ ബില്യനെയർ എന്ന പൈസയൊക്കെ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഏതായാലും നമുക്കിപ്പോൾ പൈസ ഉണ്ടാക്കാൻ ഒരു വഴി വേണം ഗൈസ്. ഏതായാലും നമുക്ക് നേരെ നമ്മളെ ബില്യനെയറിൻ്റെ ബില്യനെയറല്ല റോഹൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് അവൻ എന്തായാലും നമ്മളെ സഹായിക്കുമോ? ഇനിയും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ് നമ്മളെ റോഹൻ. ഗൈസ് നമുക്ക് ഏതായാലും അവൻ്റെ വീട്ടിൽ പോവാം. നമ്മളിത് അവൻ്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഓക്കെ ഗൈസ്, നമുക്ക് സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് നേരെ പോയി അവനെ വിളിക്കാം ഗൈസ്. എന്താടാ ഫ്രാങ്ക്ലിനെ, ഇപ്പം നമ്മളെ വീട്ടിലോട്ടൊന്നും വരത്തില്ലല്ലോടാ. എനിക്ക് പൈസയ്ക്ക് നല്ല അത്യാവശ്യമുണ്ടടാ. നിനക്ക് സഹായിക്കാൻ പറ്റുമോ? എനിക്ക് എന്ത് സഹായമാടാ നിനക്ക് വേണ്ടത്? എടാ, ഇവിടെ ഏതൊക്കെ സൂപ്പർ കാർ ഉണ്ടെന്ന് അതിൻ്റെയൊക്കെ ലൊക്കേഷൻ നീ ട്രാക്ക് ചെയ്യണം. എന്ത് പറ്റുമോ? ആടാ ഫ്രാങ്ക്ലിനെ, അതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ഇതുണ്ട്, ഈ വീഡിയോ ആണെന്ന് എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. അതൊക്കെ ചെയ്തോളും. ചെയ്യോ എന്തോ എനിക്കറിഞ്ഞൂടാ. 220 വ്യൂസ് കിട്ടിയാലും ഒരാൾ പോലും ലൈക്ക് ചെയ്യത്തില്ല. ഏതായാലും നീ പോയി ചെയ്തിട്ട് വാ. ഈ എന്തായാലും അവൻ ചെയ്യുമായിരിക്കും. കുറച്ച് സമയം എടുക്കും. ഇത് കുറച്ച് സമയം എടുക്കോടാ. ഏതായാലും നീ വെളിയിലൊക്കെ പോയി ചുറ്റിയിട്ടൊക്കെ വാ ഗൈസ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറേ നേരം എടുത്തു. കുഴപ്പമില്ല ഗൈസ്. ഏതായാലും ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ ഒരു സൂപ്പർ കാർ എടുപ്പുണ്ട്. അത് രണ്ടും അടിച്ചു മാറ്റിയിട്ട് നമുക്ക് ഒരാളുടെ കൊണ്ട് വിൽക്കണം ഗൈസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനാണെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ആളാണ് ഗൈസ്. അവൻ്റെ കൊണ്ടങ്ങ് വിറ്റാൽ മതി. അവനാണെങ്കിൽ എടുക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ വിൽക്കേണ്ട ഗൈസ്. നമുക്ക് ഷോറൂം കണക്ക് തുടങ്ങാം, എന്നിട്ട് വണ്ടി അങ്ങ് വിൽക്കാം ഗൈസ്. അതാണ് നല്ലത്. നമുക്ക് ഏതായാലും ഒരു നമ്മളെ ബിൽഡിംഗ് എന്ന് വാങ്ങാനുള്ള പൈസയൊന്നും ഇപ്പം എനിക്കില്ല ഗൈസ്. നമുക്ക് ജസ്റ്റ് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് വെക്കാം, അതാണ് നല്ലത്. നമ്മളെ പിന്നെ ബിൽഡിങ് വാങ്ങാനുള്ള ക്യാഷൊന്നും ഇല്ല നമ്മളതിൽ. ഇപ്പോൾ ഈ സൈക്കിള് ഷിൻജാൻ്റെ ആണ്. അവൻ സ്കൂളിൽ പോയൊക്കെയാണ് ഗൈസ്. അവനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയായിരുന്നു ഗൈസ് അടിച്ചു മാറ്റിയത്. ഏതായാലും നമുക്ക് സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കാർ എവിടെ കിടക്കുന്നതെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാറ് കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കാർ ഈ ഒരു ലംബോർഗിനിയാണ് ഗൈസ്. ലംബോർഗിനി സിയാനാണ്. അപ്പോൾ നമുക്കിത് അടിച്ചു മാറ്റാൻ നൈസിന്. പോലീസൊക്കെ വരുമെന്തോ ഗൈസ്. അപ്പോൾ നമ്മൾ കാറൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ നമുക്കിവിടെ 2 സ്റ്റാർ കിട്ടി. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എസ്കേപ്പ് ആവാം. ആദ്യത്തെ കാറ് ഈ ഒരു മഞ്ഞ കളർ ഒരു ലംബോർഗിനിയാണ്. അത്യാവശ്യം കിടിലൻ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് സംസാരിക്കാൻ സമയമില്ല. ഇവിടെ ഫുള്ളും പോലീസ് നിറഞ്ഞേക്കാണ്. അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഏതായാലും രക്ഷപ്പെടാം. ആരും ഇടിക്കരുത്. വണ്ടിയുടെ ഡോറ് പോയിട്ടുണ്ട്, അത് നമുക്ക് റിപ്പയർ ചെയ്യാം. അതൊന്നും സീനില്ല ഗൈസ്. നമുക്ക് റോൻ്റെ പൈസ വാങ്ങി റിപ്പയർ ചെയ്യാം. നമ്മൾ 1 സ്റ്റാർ പോയിട്ടുണ്ട്. ഇനി 1 സ്റ്റാറും കൂടി പോകണം ഗൈസ്. ഇവന്മാരാണെങ്കിൽ നമ്മൾ പിറകെ ഉണ്ട്. നമ്മൾ വിടത്തില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. ഗൈസ് 2 ഡോറ് പോയിട്ടുണ്ട് വണ്ടീൻ്റെ. സീനില്ല ഗൈസ്. ഈ ഒരു വണ്ടിക്ക് ഒരു 20 കോടിയൊക്കെ വരും. ഇനി നമ്മൾ അടിച്ചു മാറ്റാൻ പോണ വണ്ടിക്ക് ഏകദേശം ഒരു 30 കോടി വരുമെന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. അത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിഞ്ഞൂടെ. ഏതൊരു സൂപ്പർ കാറാണ്, എന്നാലും നല്ല പൈസയാണ് ഗൈസ്. പോലീസ് എൻ്റെ പിന്നെ ഗൈസ് നമ്മൾ പിറകെ ഉണ്ട് അവന്മാർ. ഏതായാലും നമുക്ക് അവന്മാരൊന്ന് എസ്കേപ്പ് ആവാം. നമുക്ക് പിന്നെ ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോഴും എസ്കേപ്പ് ആവുന്നില്ല ഗൈസ്. നമുക്ക് റെയിൽവേ ട്രാക്കിൽ കൂടെ വണ്ടി ഓടിക്കാം. നമുക്ക് ഏതായാലും റെയിൽവേ ട്രാക്കിൽ കൂടെ അങ്ങ് വണ്ടി ഓടിക്കാം. ട്രെയിൻ വല്ലതും വന്നാൽ ഞാൻ തീർന്നു ഗൈസ്. അതും കുഴപ്പമില്ല. ഏതാ ബുക്ക് ഗൈസ്. ഈ വണ്ടി വിൽക്കാൻ തോന്നുന്നില്ല, പക്ഷെ വിറ്റാലേ നമുക്ക് ക്യാഷ് കിട്ടും. ഈ വണ്ടി വിറ്റാൽ പിന്നെ നമുക്ക് വേറെ ഇതിനൊക്കെ 2 എണ്ണമെങ്കിലും എടുക്കാം ഗൈസ്. ഇതിന് 20 കോടിയാവും. ഇത് വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വേറെ മോഡൽ എടുക്കാം. സത്യത്തിൽ ഇനി 20 കോടിയൊന്നും ഇല്ല ഗൈസ്, 15 കോടിയാണ്. നമ്മൾ പിന്നെ 20 കോടിക്ക് വിൽക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് ജുറാസിക് പാർക്കിൽ കയറാം. അങ്ങോട്ട് ഇവന്മാർ വരത്തില്ല ഗൈസ്. നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഈ ഒരു വണ്ടിയും വിൽക്കണം, പിന്നെ വേറൊരു വണ്ടിയും കൂടി വിൽക്കണം ഗൈസ്. 2 വണ്ടിയല്ലേ വിൽക്കാനുള്ളത് ഗൈസ്. പോയിട്ടില്ല ഗൈസ്, പോയിട്ടില്ല. ഏതായാലും ഇതിൻ്റെ അകത്ത് ഇറങ്ങി ഇവന്മാർ വരത്തില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സീനെന്ന് വെച്ചാൽ ഡൈനോസ് ഗൈസ് പോയിട്ടുണ്ട്.
ഏതായാലും പോലീസൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കാണെങ്കിൽ നമ്മളെ ഈ കാർ ഫസ്റ്റ് റിപ്പയർ ചെയ്യണം. റിപ്പയർ ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും രാത്രിയാകുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ സ്പെയറൊക്കെ കിട്ടണമെങ്കിൽ നല്ല ഇതാകും. ഏതായാലും കിടിലൻ വണ്ടിയാണ് ഗൈസ്. ഇൻറ്റീരിയർ കാണാൻ പറ്റുന്നത് ഏതായാലും ഫുള്ളായി മഞ്ഞ കളർ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോകാം. ഡ്രിഫ്റ്റൊക്കെ അടിക്കാൻ പൊളിയാണ് ഗൈസ്. നമുക്ക് ഒന്നെങ്കിൽ ഒരു ബിൽഡിങ് വാങ്ങണം ഗൈസ്. ബിൽഡിങ്ങിൻ്റെ വാങ്ങാനുള്ള പൈസ നമുക്കില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് വണ്ടി റോട്ടിൽ കാണുന്ന കുറച്ച് വണ്ടിയും കൂടി അടിച്ച് നോക്കണം. നമുക്കിവിടെ ഇതാണ് ഗൈസ് നമ്മളെ റിപ്പയർ ഷോപ്പ്. ഇനി ഈ വണ്ടി നമുക്കങ്ങ് റിപ്പയർ ചെയ്തങ്ങ് എടുക്കാം. ഗൈസ് അപ്പോൾ രാത്രിയായിട്ടും നമ്മളെ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അയ്യോ ഗ്ലിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഗ്ലിച്ച് ഗൈസ്. കുഴപ്പമില്ല, ഇവിടെ ഏതോ ഒരുത്തൻ ചത്ത് കിടന്നു, അവൻ്റെ പുറത്തു കൂടെ കയറ്റിയതാണ്. പിന്നെ ഡോറ് പോയോ ഗൈസ്, ഇത് എന്ത് കഷ്ടമാണ്. നമുക്ക് ഏതായാലും ഒന്നും കൂടി റിപ്പയർ ചെയ്യാം. നിന്നെയൊക്കെ കാരണം നാശം. ഏതായാലും ഒന്നും കൂടി റിപ്പയർ ചെയ്യാം. നമ്മളെ പൈസ മൊത്തം പോകുമെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇത്തവണ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും സേഫായിട്ട് ഓടിച്ച് നമ്മളെ വീട്ടിലോട്ടല്ല ഗൈസ്. നമുക്ക് ആദ്യം ഈ വണ്ടി അവിടെ വെച്ചിട്ട് വേറൊരു പണിയും കൂടി ഉണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വേറൊരു വണ്ടി കിടപ്പുണ്ട്. ആ ഒരു വണ്ടിയും കൂടി അടിച്ച് മാറ്റിയിട്ട് വേണം ഗൈസ് നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ ഈ വണ്ടി വിൽക്കാൻ. ഇത് പാർട്ട് 1 വീഡിയോ ആണ് ഗൈസ്. അയ്യോ സീനില്ല. എൻ്റെ പൊന്നെ കുഴപ്പമില്ല ഗൈസ്. ഏതായാലും ഡോറ് മാത്രമേ പോയിട്ടുള്ളൂ. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടഞ്ഞോളും. പതുക്കെ പോയാൽ മതി ഗൈസ്. നമുക്ക് ഏതായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത വണ്ടി അടിച്ച് മാറ്റാൻ പോവാം ഗൈസ്. ഇവിടത്തെയും കൂടി ഗ്ലാസ്സൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഏതായാലും അടുത്ത ഗ്ലാസ് നമുക്ക് വേണമെങ്കിൽ ശരിയാക്കാവുന്നേ ഉള്ളൂ ഗൈസ്. ഏതായാലും നമുക്ക് അടുത്ത വണ്ടി അങ്ങ് അടിച്ച് മാറ്റാം ഗൈസ്. അടുത്ത വണ്ടി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. നമുക്ക് പതുക്കെ പോയിട്ട് ആ വണ്ടി അങ്ങ് അടിച്ച് മാറ്റാം. അത് ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ഇന്ന് വേണമെങ്കിൽ 3 വണ്ടി അടിച്ച് മാറ്റിയിട്ട് വിൽക്കാം ഗൈസ്. നമുക്ക് ഇനിയും കൂടി ഒരു വണ്ടി റോഹൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരുമായിരിക്കും. അത് നാളെ രാവിലെ അടിച്ച് മാറ്റാം ഗൈസ്. ഇനിയുള്ള ഒരു വണ്ടി കൂടി. അയ്യോ ഗൈസ്, ഏതായാലും നമുക്ക് ആ വണ്ടി പോയി നോക്കാം. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഏതായാലും നമുക്കിതങ്ങ് അടിച്ച് മാറ്റാം. നമ്മളിൽ ഇതേപോലെ തുറന്ന് ഉണ്ടായിരുന്നു, പക്ഷേ അതാണെങ്കിൽ പോയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ഏതായാലും നമുക്ക് ആരും കണ്ടിട്ടില്ല ഗൈസ്. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒന്നും നോക്കണ്ട പാർട്ടൊക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഈ വണ്ടി അടിച്ച് മാറ്റിയപ്പോൾ പോലീസൊന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ സേഫായിട്ട് ഓടിക്കാം ഗൈസ്. നമുക്ക് എന്നിട്ട് വീട്ടിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് രാവിലെ അല്ല ഗൈസ്, ഇനി ഒരു വണ്ടിയും കൂടി നമുക്ക് അടിച്ച് മാറ്റാം. അതെന്ന് പറഞ്ഞാൽ അത് നല്ല എക്സ്പെൻസീവ് കാറാണ്. ആ ഒരു വണ്ടിയും കൂടി അടിച്ച് മാറ്റാം ഗൈസ്. ഈ വണ്ടി ഏറ്റവും എക്സ്പെൻസീവ്, രണ്ടാമതാണ്. മൂന്നാമതാണ് ഗൈസ് അത്. ഏതായാലും അതടിച്ച് മാറ്റുമ്പോൾ നമുക്ക് അത് അത്യാവശ്യം ബില്യനറിൻ്റെ വീട്ടിലാണ് ഗൈസ് ഉള്ളത്. അത് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത് ഈ വീഡിയോൻ്റെ പാർട്ട് 1 ആണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, 2ൻ്റെയും ഗൈസ്. അപ്പോൾ ഇത് സ്റ്റോറി ആയിട്ട് കൂട്ടുണ്ടാകും ഗൈസ്. സിയാൻ്റെ എന്ന് പറഞ്ഞാൽ 2189 ബുഗാട്ടീൻ്റെ 8012 ഗൈസ്. അപ്പോൾ ഇത് രണ്ടും അടിച്ചാൽ നിങ്ങൾക്ക് ഈ കാറ് കിട്ടുന്നത് ഗൈസ്. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകും ഗൈസ്. അപ്പോൾ നമുക്കിനി അടിച്ചു മാറ്റാൻ വേറെ നമ്മൾ സൈക്കിൾ അവിടെ ഇരിക്കുകയാണ് ഗൈസ്. കാണാം എന്തോ ആരെങ്കിലും അടിച്ചു മാറ്റിയാലോ നമുക്ക് നോക്കാം ഗൈസ്. ചിലപ്പോൾ കാണുമായിരിക്കും. ഗൈസ് അവിടെ എന്തോ കത്തുന്നുണ്ട്, എന്തോന്നെങ്കിലും ആവട്ടെ ഗൈസ്. ഗൈസ് നമ്മുടെ സൈക്കിൾ അവിടെ കിടപ്പുണ്ട്. അവിടെ ഏതോ ഒരു വണ്ടി കത്തിക്കടിക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് വല്ലതും ആയിരിക്കും, പൊട്ടിത്തെറിച്ചായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഏതായാലും നമ്മൾ സൈക്കിൾ എടുത്തിട്ട്, നമ്മുടെ സൈക്കിൾ ആരും അടിച്ചൊന്നും മാറ്റിയിട്ടില്ല. ഈ പേട്ട സൈക്കിൾ ആർക്ക് വേണം ഗൈസ്. ഏതായാലും നമുക്ക് നേരെ പോയിട്ട് ബില്യനറിൻ്റെ വീട്ടിൽ
വീട്ടിൽ പോകാം. എന്നിട്ട് അടുത്ത ആ ഒരു വണ്ടിയും കൂടി അടിച്ച് മാറ്റാം. എന്നാൽ പിന്നെ നമ്മളെ കാര്യം കഴിയും. എന്നിട്ട് ഈ എല്ലാ വണ്ടിയും കൂടി നമുക്കങ്ങ് വിൽക്കണം ഗൈസ്. വിറ്റാൽ അത്യാവശ്യം പൈസ കിട്ടും. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴാണ് നമുക്ക് വിൽക്കാനുള്ളത് ഗൈസ്. അത് കുഴപ്പമില്ല. രാവിലെ ആവാൻ ഇനിയും കുറേ സമയമുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരു 8:30 ആയേ ഉള്ളൂ. നമ്മളേതായാലും ബില്യനറിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. എത്താറായിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് നേരെ പോയി അതങ്ങ് അടിച്ച് മാറ്റാം. നമ്മളെ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ, നാളെ വല്ലതും പോയി എടുക്കാം. ഈ സൈക്കിൾ ആരും അടിച്ച് മാറ്റത്തില്ല ഗൈസ്. നമുക്ക് ഏതായാലും നോക്കാം ഗൈസ്. അയ്യോ, ഈ വണ്ടിക്ക് 10 കോടി വരുമെന്നാണ് ഞാൻ കണ്ടത് ഗൈസ്. ഏതൊരു വണ്ടിയാണ്, നമുക്ക് ഏതായാലും നോക്കി നോക്കാം. അയ്യോ, നമ്മളകത്ത് കയറിയോ? അത് കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഏതായാലും നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ കാറൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് പോലീസ് വന്നു. അത് കുഴപ്പമില്ല, നമുക്ക് രക്ഷപ്പെടാൻ ഗൈസ്. ഇതാണെങ്കിൽ ഒരു ഫെറാറിയാണ്. ഇവിടെ ഫുള്ള് പോലീസ് ചുറ്റിയൊക്കെയാണ്. 1 സ്റ്റാറേ വന്നോ ഗൈസ്. നമ്മൾ ഏതൊരെണ്ണം അടിച്ച് മാറ്റിയപ്പോൾ 2 സ്റ്റാർ വന്നേനെ ഗൈസ്. അത് ഏതായിരുന്നു? സിയാൻ അടിച്ച് മാറ്റിയപ്പോൾ. മറ്റേ വണ്ടി അടിച്ച് മാറ്റിയപ്പോൾ പോലീസ് വന്നില്ല ഗൈസ്. ബമ്പർ പോയി ഗൈസ്. അത് നമുക്ക് റിപ്പയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതായാലും വണ്ടി പറപ്പിക്കാം. എൻ്റെ ഒരു ബമ്പറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് കൈ കിട്ടുമ്പോഴത്തേക്കും ഫുള്ള് പപ്പടമാവും ഗൈസ്. പോലീസൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 പോലീസ് വണ്ടി ഉണ്ട് ഗൈസ്. അയ്യോ, നമുക്ക് ഏതായാലും പോലീസ് പോയല്ലേ, നമുക്ക് ഈ 2 വണ്ടി അങ്ങ് പൊട്ടിത്തെറിപ്പിക്കാം. ഇത് വെച്ചോ, നീയും വെച്ചോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ഫെറാറി പോയി എടുക്കാം. നമ്മളെ ഫെറാറി ഇവിടെ, എൻ്റെ പൊന്നെ, അവിടെ കിടക്കുകയാണ് ഗൈസ്. ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഈ വണ്ടിയും കൂടി പോയി അങ്ങ് റിപ്പയർ ചെയ്യാം. അത്യാവശ്യം പൈസ കിട്ടും. അയ്യോ, ചെയ്ത് വരുമ്പോൾ നമ്മൾ വെടി വെക്കുന്നത്. പോലീസ് പോയില്ലേ? പോയിട്ടില്ല ഗൈസ്, ഇപ്പോൾ പോയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ വണ്ടി പോയി അങ്ങ് അടിച്ച് മാറ്റാം. പോലീസിനെയൊക്കെ ഏതോ എടുത്ത് ഇടിച്ചിട്ടിട്ടുണ്ട്. ഈ വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ നല്ല പൈസ പോകും കഴിച്ച്. കാരണം ഇത് ഫുള്ള് പപ്പടമായിട്ടുണ്ട്. ആകെ ഇതിൻ്റെ ആ ഇത് മാത്രമേ ഉള്ളൂ, ബോഡി ബാക്കി മൊത്തം സംഭവം പൊട്ടിയിട്ടുണ്ട്. ബമ്പർ ഇപ്പം പോകണമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം ഇത് ഫുള്ളങ്ങ് റിപ്പയർ ചെയ്തേക്കാം. നമ്മൾ റിപ്പയർ ചെയ്യുന്ന കടയിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടി അങ്ങ് റിപ്പയർ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് വയ്യ, കുറേ സമയമായി. ഏതായാലും നമുക്ക് ഈ വണ്ടിയും കൂടി അവിടെ വെച്ചിട്ട് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഞാൻ നാളെ വണ്ടി വിൽക്കാം ഗൈസ്. നമ്മൾ ഇന്ന് 3 വണ്ടിയാണ് അടിച്ച് മാറ്റിയേക്കുന്നത് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഗൈസ്. ബാക്കി 2 കാറ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ ലംബോർഗിനി സിയാൻ്റെ ഇത് പോയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ ഈ കാറ് ഫുള്ളും വിൽക്കാം. നമ്മളിൽ ഇപ്പോൾ തന്നെ 3 വണ്ടി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ സിയാൻ വിൽക്കണമെന്നൊരാഗ്രഹമില്ലെന്ന്, വിറ്റാലേ പറ്റുമോ ഗൈസ്. ഈ ഒരു വണ്ടിക്ക് 10 കോടിയാണെങ്കിൽ നമുക്ക് ഒരു 15 കോടി ഇടാം. ഇതിന് 15 കോടിയാണ് ഗൈസ്, അപ്പോൾ നമുക്ക് 20 കോടി ഇടാം. ഇതിന് 25 കോടി, അപ്പോൾ ഒരു 30 കോടി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ എപ്പോഴെങ്കിലും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.